ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കൊണ്ടുള്ള കറിയാണ്. ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു അല്പം ഒരു മസാലയൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ പനീറിലോട്ട് പുരട്ടി വെക്കണം. അതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിലോട്ട് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീറൊന്ന് ഇട്ട് കൊടുക്കാം. പനീറൊക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ ഉറച്ച് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അതുപോലെ സവാളയും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ആ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി ഈ പാത്രം അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ പനീർ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കസൂരി മേത്തിയാണ്. അത് കയ്യിലൊന്ന് നന്നായിട്ട് തിരുമിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലും അതൊന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഈ കസൂരി മേത്തി ചേർക്കാൻ മറക്കരുത്. അതിപ്പോൾ എല്ലാ കടകളിലും തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ്. നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ സാധാരണ ചേർക്കുന്നതാണ് ഈ ഉണങ്ങിയ ഉലുവയുടെ ഇല. അതാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ പാത്രം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ മസാലയൊക്കെ പനീറിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്കാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഫ്രഷ് മിൽക്കിന് പകരം വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർത്താലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രഷ് മിൽക്ക് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഗ്യാസ് ഓഫാക്കും. നമ്മൾ ഒഴിക്കുന്ന പാല് നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കൊണ്ടുള്ള ഒരു സിമ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കറി ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.